ഇത് ഡിയർസ് ഗൈസ് ദോസ്തോ, പിന്നെ നമ്മൾ ഇന്ന് ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുകയാണ്. അത് കാണിക്കുക വെച്ചാൽ നമ്മളെ ഈ ശ്രീനന്ദ ട്രേഡേഴ്സ് എന്നാണ് നമ്മുടെ ചാനൽ. അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇപ്പം ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഇങ്ങനെ വീഡിയോസൊക്കെ ഇടണം. നമ്മളങ്ങനെ ഇടാറില്ലായിരുന്നു. ഇപ്പം നമ്മളൊന്ന് ഇടാമെന്ന് വിചാരിച്ചു ഒരു വീഡിയോ. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് ക്യുമിൻസിൻ്റെ ഇഞ്ചക്ടറാണ്. ഇതാണ് ക്യുമിൻസ് ഇഞ്ചക്ടർ. ഇത് 786 എൻ്റെ 786 ആണ് ഇതിൻ്റെ നമ്പർ, ക്യുമിൻസ്. ഇത് സാധാരണ നമ്മുടെ ഇവിടെ ആൾക്കാർ ഇതിനെപ്പറ്റി ഇതിൻ്റെ പിന്നെ റിപ്പയറിങ് സർവീസിങ് ഒക്കെ ആൾക്കാർക്ക് വളരെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് അറിയാൻ സാധ്യത കുറവാണ്. സാധാരണ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരെ ഇത് പഴയ റീകണ്ടീഷൻ ചെയ്ത് ഡൽഹിയിൽ നിന്നോ ഒക്കെ വരുത്തി ഇടുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതൊന്നുമില്ല. ഇത് ഈ ഇഞ്ചക്ടർ തന്നെ നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ. വളരെ ഈസിയായ ഒരു പ്രോസസ്സാണ്. ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ സാധാരണ ബോഷിൻ്റെ അല്ലെങ്കിൽ ഡെൽഫിയുടെ അല്ലെങ്കിൽ ഡെൻസോയുടെ ഇഞ്ചക്ടർ ഓപ്പൺ ചെയ്യുന്നതിന് തൊട്ട് റിമൂവ് ചെയ്യുന്നതിന് ഓപ്പൺ ചെയ്യുന്ന അസംബിൾ ചെയ്യുന്നതിന് തൊട്ടോ അല്ലെങ്കിൽ ഡിസസംബിൾ ചെയ്യുന്നതോ അത്ര ഈസി അല്ല. ഇത് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള വയസ്സുണ്ട്. ആ വയസ്സാണ് അത് ഇരിക്കുന്നത്. ഈ വയസ്സിൽ വെച്ചിട്ട് മാത്രമേ ഇതിനെ നമുക്ക് ഡിസസംബിളിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്രകാരം ഇതിനെ നമ്മൾ ഈ വയസ്സിൽ കയറ്റി വെച്ചിട്ട് നമുക്ക് അതിനെ ഡിസസംബിളിങ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ വയസ്സ് ക്യുമിൻസിൻ്റെ ഇഞ്ചക്ടറിന് വേണ്ടി അത്യാവശ്യമാണ്. അതുപോലെ നമ്മളിതിനെ പിന്നെ ടെസ്റ്റ് ബെഞ്ചിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിനൊരു അഡോപ്റ്ററുണ്ട്. ഈ ഒരു അഡോപ്റ്ററാണ്, ക്യുമിൻസിൻ്റെ അഡോപ്റ്ററാണ്. ക്യുമിൻസിൻ്റെ ഈ അഡോപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ. ടെസ്റ്റ് ബെഞ്ച് ഇതിൻ്റെ പിന്നെ നമ്മൾ ഡെലിവറി, ബാക്ക് ലീക്കേജ് എന്നിവ അറിയാൻ വേണ്ടി. അതുപോലെ ഇതിനകത്ത് ഇപ്പം ഞാൻ ഡിസസംബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അസംബ്ലിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അസംബ്ലിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ട് തരുന്നതാണ്. ഇത് നമ്മളിപ്പോൾ ഡിസസംബ്ലിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ സെൻസർ ഊരി വെച്ചിരിക്കുകയാണ്. ഇത് ഈ വൈസ് ത്രൂ ഞാൻ ഇതിൻ്റെ സെൻസർ ഊരി വെച്ചിരിക്കുകയാണ്. അത് ഞാനിനി അസംബ്ലിങ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് ഈ വൈസ് ത്രൂ ഇതിനെ അസംബിൾ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇത് ഊരി വെച്ചിരിക്കുകയാണ്. അത് ഞാനൊന്ന് അസംബ്ലിങ് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതിപ്പോൾ അസംബ്ലിങ് ചെയ്യുന്ന വിധം നമ്മുടെ ഓൾറെഡി ഞാൻ വൈസ് ത്രൂ ഇത് ഊരിയേക്കാണ്. ഇതാണ് ഇത് സോളിനോട് അസംബ്ലി അല്ലെ മാനുവൽ, നമ്മുടെ സെൻസർ എന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ അകത്ത്. ഇത് ഊടുമ്പോൾ കെയറായി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പ്രിങ്ങാണ്. പിന്നെ ഇതിനകത്തൊരു ഗൈഡ് ബോളുണ്ട്. ഇത് ഗൈഡ് ബോൾ. ഇത് വളരെ കെയർ ചെയ്യണം. ഇത് അറ്റത്തൊരു ബോൾ, ഇത് ഗൈഡ് ബോളാണ്. ഇത് അകത്തൊരു ബോളുണ്ട്. ഈ ബോള് മിസ്സാവാതെ ശ്രദ്ധിക്കുക. ഇത് ബോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇതിനെ ആദ്യം മാറ്റി വെക്കുക നമ്മളിങ്ങോട്ട്. അതിനുശേഷം അതിൻ്റെ ഗൈഡ് സ്പ്രിങ്, പിന്നെ ഇത് ആർമേച്ചർ അസംബ്ലി, ഇത് സെൻസറിൻ്റെ ആർമേച്ചർ അസംബ്ലി, ഇത് ആർമേച്ചർ ഷാഫ്റ്റ്, ഇത്രയാണ് ഇതിൻ്റെ സെൻസറിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉണ്ട്. ഇതാണ് നമുക്കിങ്ങനെ ഊരിയെടുക്കാം. 4-ൻ്റെ എലാങ്കി ഉപയോഗിച്ച് ഈ സ്ക്രൂ ഇങ്ങനെ ഊരിയെടുക്കാം. ഇതിനകത്ത് ഒരു സ്പ്രിങ് ഉണ്ട്, ടെൻഷൻ സ്പ്രിങ് അകത്ത്. ഇതാണ് അകത്ത് സ്പ്രിങ്. ഇതതിൻ്റെ സ്പ്രിങ് ആണ്. ഇത്രയും പാർട്സാണ് നമ്മുടെ സെൻസറിനകത്ത് വരുന്നത്. അതെ, ഇത്രയും പാർട്സാണ് നമ്മുടെ സെൻസറിനകത്ത് വരുന്നത്. ഇത് സെൻസറിൻ്റെ പാർട്സാണ്. ഇനി അടുത്തത് ഇത് ഊരുന്നതിനായിട്ട് ഇതിനകത്ത് 9-ൻ്റെ കീ അല്ലെങ്കിൽ ഈ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ഈ സാധനം ഇതിൻ്റെ ഈ ബോഡി ഇതിനെ ഊരാം. ഇത് നമ്മൾ എല്ലാം വെച്ച് ഇതിനെ ലൂസ് ചെയ്യുക. ഇതിനെ ലൂസ് ചെയ്തതിന് ശേഷം ഇതിനകത്തായിട്ട് ഇത് കയറ്റിയിട്ട് നമ്മളിതിനെ ഇവിടെ ഇതുപോലെ കയറി ഈ എല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് തിരിച്ച് ഊരിയെടുക്കാം. അതൊരു സ്പെഷ്യൽ ടൂളാണ്. ഇതുപോലത്തെ ടൂളാണ്. ഈ ടൂൾ ഉണ്ടെങ്കിൽ ഇത് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഊരി വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്.
ഇത് ഊരിയെടുക്കുകയാണ്. ആണോ? ഇത് നമ്മളിത് അസംബ്ലി ചെയ്യുന്ന സമയത്ത് ഈ ഓറിംഗ് എല്ലാം ചേഞ്ച് ചെയ്യണം. ഇത് ഓറിംഗ് ആണ് കിടക്കുന്നത്. ഈ ഓറിംഗ് എല്ലാം ചേഞ്ച് ചെയ്യണം അസംബ്ലി ചെയ്യുന്ന സമയത്ത്. ഊരി മാറ്റി വെക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ കൺട്രോൾ വാൽവ്. ഇതാണ് കൺട്രോൾ വാൽവ്. ഇതാണ് ക്യുമിൻസിൻ്റെ കൺട്രോൾ വാൽവ്. അതായത് ഇതിൻ്റെ നമ്മുടെ ഇഞ്ചക്ടറിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക് ലീക്കേജ് ഓവറായിട്ട് വരികയാണെങ്കിൽ അത് ഈ കൺട്രോൾ വാൽവിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ കൺട്രോൾ വാൽവ് ചേഞ്ച് ചെയ്യണം. ഇനി ഇതിനകത്ത് വരുന്നത് ക്യാപ്പ്. ഇത് നമ്മളതിൻ്റെ നോസിൽ അല്ലെങ്കിൽ ടിപ്പ് ഇതിൻ്റെ ഊരിയെടുക്കുകയാണ്. അഡോപ്റ്റർ ഇതാണ് നോസിൽ. ഇതിനകത്ത് വരുന്ന നോസിൽ ഇതാണ്. അതിലൂടെ ടെൻഷൻ സ്പ്രിങ്, ഇതാണ് ഇതിൻ്റെ നോസിൽ. ഇത് ടെൻഷൻ സ്പ്രിങ്. ഇത് പ്രഷർ സിങ്, കൈഡ്, ഇത്രയും സാധനം. ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഇപ്പം ഡിസസംബിൾ ആയിട്ടുണ്ട്. ഇതുണ്ടോ? ഇത് പൂർണ്ണമായിട്ട് ഡിസസംബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് നമ്മൾ ഈ കുമിൻസ് ഇഞ്ചക്ടറിൻ്റെ പാർട്സ്. കുമിൻസ് ഇഞ്ചക്ടറിൻ്റെ മെയിനായുള്ള പാർട്സാണിത്. അപ്പോൾ ഇനി നമ്മൾ ഇത് അസംബ്ലി ചെയ്യുന്ന സമയത്ത് അസംബ്ലി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ തരും. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എയർ ഗ്യാപ്പ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 55 മിനിമം 55-ലാണ് ഇതിൻ്റെ സെൻസറിൻ്റെ എയർ ഗ്യാപ്പ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മെഷീൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്യൂൽ ഡെലിവറി, അതായത് ഇതിൻ്റെ ഫ്യൂൽ ഡെലിവറി 148 ± 12 ഡെലിവറി വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ വെച്ച് നമ്മൾ ഡെലിവറി സെറ്റ് ചെയ്യാം. പക്ഷേ ബാക്ക് ലീക്കേജ് ഹൈ ആണെങ്കിൽ, എക്സസീവ് ആണെങ്കിൽ നമ്മൾ 100% ഇതിൻ്റെ എന്താ പറയുക ഈ കൺട്രോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം നമുക്ക് പിന്നെ അതിൻ്റെ ഡെലിവറി അഡ്ജസ്റ്റ് ചെയ്ത് ഇഞ്ചക്ടർ ഓക്കെ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് സർവീസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുക വലിയ പിന്നെ പ്രോബ്ലം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് ഈ രീതിയിലാണ് ഇതിപ്പോൾ ഡിസസംബ്ലിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് അസംബ്ലിങ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് തരും. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ധന്യവാദ്.